ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ PM കിസാൻ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി ഉണ്ടല്ലോ, PM കിസാൻ. അതായത് വർഷത്തിൽ 6000 രൂപ ഒരു കർഷകന് 2000 രൂപ വെച്ച് 3 തവണയായിട്ട് 6000 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഒരു 100 ഷെയർ ഞാൻ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു. ആ 100 ഷെയറിലൂടെ ഒരു 1000 പേരിലേക്ക് ഈ വീഡിയോ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ 1000 പേരിൽ നിന്നും ഒരു 10 പേർക്ക് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ PM കിസാൻ്റെ പദ്ധതി ഇന്നും നമ്മുടെ നാട്ടിൽ പലരും അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം വോട്ട് ചോദിക്കാനായിട്ട് ചെല്ലുന്ന ഒരു സാഹചര്യത്തിൽ ചില വീടുകളിൽ തിരക്കിയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞതാണ് PM കിസാൻ എന്ന കാര്യം എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ല. PM കിസാൻ എന്നൊരു പദ്ധതി ഉണ്ടോ, 6000 രൂപ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം പോലും ചില വോട്ടർമാർക്ക് അറിയാൻ പാടില്ല. ഇവർക്ക് അറിയാൻ പറ്റാതായി പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാർഡുകൾ ഭരിക്കുന്ന മെമ്പർമാരുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ടാണ് ഈ വോട്ടർമാർ ഈ PM കിസാനെ കുറിച്ച് അറിയാതെ പോയത്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ഒരു മനുഷ്യൻ, ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, മറ്റുള്ളവരൊരു സഹായം കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലേക്കും എത്തട്ടെ. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും PM കിസാൻ്റെ അപേക്ഷകൾ കൊടുക്കാനുള്ള ചാൻസ് വരും. ഈ ഒരു 2000 രൂപ എനിക്ക് മെനഞ്ഞാന്ന് കിട്ടിയപ്പോൾ വലിയ ഉപകാരമായിരുന്നു. എന്നെപ്പോലെ തന്നെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അത് വലിയ ഉപകാരമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ PM കിസാനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ ഒരു പദ്ധതി എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, വോട്ടർമാരുണ്ട്. ഈ വോട്ടർമാരെ ഇതിനെ ഇവിടുത്തെ നമ്മുടെ വാർഡ് മെമ്പർമാർ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് BJPയുടെ തന്നെ, ഞാനും ഒരു പൊതുപ്രവർത്തകനാണ്, ചാരിറ്റി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പറയാണ്, BJPയുടെ ആയാലും ശരി, ജനങ്ങളോട് ആത്മാർത്ഥതയുള്ള ഓരോ സ്ഥാനാർത്ഥിമാരും ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നിങ്ങൾ PM കിസാനെ കുറിച്ച് അവരുടെ ഒന്ന് ചോദിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ടോ, PM കിസാനെ കുറിച്ച് അറിയാമോ എന്ന് ഒരു 10 വീട്ടിൽ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വീട് ഇല്ലയെന്ന് പറഞ്ഞിരിക്കും. അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ കൊണ്ട് ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്ഷയ സെൻറ്റർ വഴിയും നമ്മുടെ കൃഷിഭവൻ വഴിയൊക്കെ അതിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള പദ്ധതിയൊക്കെ 2018 കാലഘട്ടം തൊട്ടുള്ള പറ്റീറ്റും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. 2019 തൊട്ട് നമ്മൾ PM കിസാൻ്റെ പണം വാങ്ങിക്കുന്ന കോടിക്കണക്കിനുള്ള നമ്മുടെ നാട്ടിൽ ഇന്നും ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ BJPക്കാരനാണെങ്കിലും ശരി, ഞാൻ BJPക്ക് വോട്ട് തരണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോയിലൂടെ. പക്ഷേ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. നിങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പർമാരെ നിങ്ങൾ അറിയിക്കാതിരുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ വേണം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒരു 100 ഷെയർ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് വേണമെന്നില്ല, കമൻറ്റ് വേണമെന്നില്ല. ഓക്കെ, ഒരു 100 ഷെയർ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു 1000 പേരിലേക്ക് അതിൻ്റെ വ്യൂ എത്തട്ടെ. 1000 പേരിൽ നിന്നും ഒരു 10 പേർക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ. അധികമൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും അടുത്ത മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഗുണമുള്ള മെമ്പർമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വോട്ടർമാർ തയ്യാറാകുക. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.